നമ്മുടെ യാഥാർത്ഥ്യം ഇതാണ്. ഫിസിക്കൽ വേൾഡ്, മെൻ്റൽ വേൾഡ്, സ്പിരിച്വൽ വേൾഡ് അഥവാ ഭൗതിക ലോകം, മാനസിക ലോകം, ആത്മീയ ലോകം ഇവയെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളല്ല, മറിച്ച് ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ ഇതിനുപയോഗിക്കുന്ന വാക്ക് ടേപ്പറിംഗ് എക്സിസ്റ്റൻസ് എന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നല്ലൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഒരു ചുവന്ന വര വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കുക. വളരെ നീളമുള്ളൊരു വര. എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ വരച്ചു തുടങ്ങുമ്പോൾ ചുവപ്പിന് നല്ല കട്ടിയായിരിക്കും, വര നല്ല തെളിച്ചമുള്ളതായിരിക്കും, നല്ല ഘനമുള്ളതായിരിക്കും. പക്ഷെ നിങ്ങൾ വരച്ച് പോകുന്തോറും, നിങ്ങൾ നിർത്താതെ വരയ്ക്കുകയാണെന്ന് ഓർക്കുക, നിങ്ങൾ വരച്ച് പോകുന്തോറും വരയുടെ ഘനം കുറഞ്ഞുകൊണ്ടിരിക്കും, ചുവപ്പിൻ്റെ ഘനം കുറഞ്ഞുകൊണ്ടിരിക്കും. ചുവപ്പില്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ നിറം അപ്പോഴും കാണാൻ സാധിക്കും. വര ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഘനം കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വര അവിടെ തന്നെ ഉണ്ട്. വര ഇപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ തെളിച്ചം വളരെ കുറവാണ്. ഇവ വ്യത്യസ്തമായ കാര്യങ്ങളല്ല, രണ്ടും ഒന്നാണ്. ഒരു വരയുടെ രണ്ട് അറ്റങ്ങളാണെന്ന് മാത്രം. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം. പ്രപഞ്ചവും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെയാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രപഞ്ചമാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യക്തമുള്ള വരയുടെ അറ്റം. ആ വര പോകുന്തോറും അത് തെളിച്ചം കുറഞ്ഞ നേർത്തൊരു വരയായി മാറുന്നുണ്ടല്ലോ, അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നത് ദൂരെ മറ്റൊരു ലോകത്തിരിക്കുന്ന ഒന്നല്ല, പ്രപഞ്ചത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷെ പ്രപഞ്ചത്തിൻ്റെ നേർത്ത ഭാഗമാണ്, ഘനമുള്ള കട്ടി ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഘനമില്ലാത്ത നേർത്ത സൂക്ഷ്മമായ ഒന്നാണ് ഈശ്വരൻ. ശരിയായ കണ്ണുകളുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നു. സത്യമെന്തെന്നാൽ യഥാർത്ഥ ശക്തി എപ്പോഴും നേർത്തിരിക്കുന്ന ഒന്നിലാണ്, ഘനമുള്ളതിലല്ല, സൂക്ഷ്മത്തിലാണ്, സ്ഥൂലത്തിലല്ല. ഒരാൾ വളരെയധികം ഭാരമുള്ളൊരു വസ്തു ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുക? അയാളുടെ മസിലുകൾ വീങ്ങുന്നു, അയാളുടെ ശരീരം വലിഞ്ഞു മുറുകുന്നു. നമ്മളപ്പോൾ ചിന്തിക്കും, ആ മസിലുകൾക്ക് എന്തൊരു ശക്തിയാണ്. പക്ഷേ നൂല് പോലിരിക്കുന്ന ഞരമ്പുകളല്ലേ ഈ മസിലുകൾക്ക് ശക്തി കൊടുക്കുന്നത്. ആ നൂലുകളിൽ ഏതെങ്കിലും ഒരു നൂല്, ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടിപ്പോയാൽ, ഏതെങ്കിലും ഒരു ഞരമ്പ് മസിലുകളിലേക്ക് എത്താതായാൽ ആ മസിലിന് എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കുമോ? ഘനമുള്ള മസിൽ തൻ്റെ ശക്തി കണ്ടെത്തുന്നത് നേർത്തിരിക്കുന്ന ഞരമ്പിൽ നിന്നുമാണ്. നമ്മൾ കുറച്ച് കൂടുതൽ പരിശോധിക്കാൻ തയ്യാറാണെങ്കിൽ ഞരമ്പുകൾ അതിനേക്കാൾ നേർത്തിരിക്കുന്ന മറ്റൊന്നിൽ നിന്നാണ് അതിൻ്റെ ശക്തി കണ്ടെത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അന്വേഷണം തുടരുകയാണെങ്കിൽ നമ്മൾ ചിന്തകളുടെ തോട്ട്സിൻ്റെ ലെവലിൽ വന്നെത്തും. ചിന്തകൾ വളരെ നേർത്തിരിക്കുന്ന ഒന്നാണ്. കൂടുതൽ അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കുറച്ച് മുൻപ് പറഞ്ഞ ചുവന്ന വരയുടെ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വരയുടെ ഘനത്ത ഭാഗം കാണാൻ എളുപ്പമാണ്, എന്നാൽ വരയുടെ നേർത്ത ഭാഗം കാണാൻ വളരെ പ്രയാസമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ വരയുടെ നേർത്ത ഭാഗം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും കഥ. സ്ഥൂലതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ എളുപ്പമാണ്, എന്നാൽ സൂക്ഷ്മതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ വളരെയധികം പ്രയാസമാണ്. ഒരുപാട് ശ്രദ്ധ ഇതിനാവശ്യമാണ്. നമ്മളൊരു കായൽ നോക്കി നിൽക്കുമ്പോൾ കായലിൻ്റെ അടിത്തട്ടിൽ ജനിക്കുന്ന കുമിളകളെ, ബബിൾസിനെ നമ്മൾ കാണുന്നില്ല. ഈ ബബിൾ യാത്ര ചെയ്ത് മുകളിലോട്ട് വരുമ്പോഴും നമ്മളൊന്നും അറിയുന്നില്ല. ബബിൾ കായലിൻ്റെ ഉപരിതലത്തിലെത്തി പൊട്ടുമ്പോൾ മാത്രമാണ് നമ്മളതിനെ കാണുന്നത്. നമ്മളിൽ മിക്കവരും സ്വന്തം ചിന്തകൾക്കും പ്രവൃത്തികൾക്കും മുകളിൽ ഒരു കൺട്രോളും ഇല്ലാത്തതിൽ വിഷമിക്കുന്നവരാണ്. പക്ഷേ ഈ കൺട്രോൾ എങ്ങനെ സാധ്യമാകാനാണ്? കാരണം മിക്കപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്നത് വളരെ വൈകിയാണ്. ചിന്തകൾ ഒരുപാട് ഡെവലപ്പായി പോയതിനു ശേഷം, ചിന്തകൾ പ്രവൃത്തികളായതിനു ശേഷം. ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി ചിന്തകളുടെ വേരിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ, ചിന്തകൾ പ്രവൃത്തികളാകുന്നതിന് മുമ്പ്, ചിന്തകൾ ജനിക്കുന്നതിന് മുമ്പ്, കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ചിന്തകൾക്കും പുറകിലുള്ള സൂക്ഷ്മതലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചാൽ, എങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മനസ്സിന് മേൽ പൂർണ്ണ കൺട്രോൾ ലഭിക്കുന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, സ്വന്തം മനസ്സിന് മേൽ പൂർണ്ണ കൺട്രോളുള്ള ഒരാൾക്ക് ലോകത്തുള്ള ഏത് മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇത് സത്യമാണ്.
ഇതുകൊണ്ടാണ് ഇത്തരം മെത്തേഡുകൾക്ക് മുമ്പ് മനസ്സിൻ്റെ പരിശുദ്ധി അത്യാവശ്യമാണെന്ന് പറയുന്നത്. കാരണം എല്ലാ മനസ്സും സത്യത്തിൽ ഒന്ന് തന്നെയാണ്. വലിയൊരു പ്രപഞ്ച മനസ്സിലെ കൊച്ചു കൊച്ചു കഷ്ണങ്ങൾ. കളിമണ്ണിൻ്റെ ഒരു കഷ്ണം അറിഞ്ഞവന് ലോകത്തുള്ള എല്ലാ കളിമണ്ണിനെയും അറിയാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെ സ്വന്തം മനസ്സിന് മേൽ പൂർണ്ണ കൺട്രോളുള്ള ഒരാൾക്ക് ലോകത്തുള്ള ഏതു മനസ്സിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുന്നു. അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിന് മുകളിലോട്ട് എന്താണ്? സ്വാമി വിവേകാനന്ദൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിയെക്കുറിച്ച് സംസാരിക്കുന്നു. തിയറി ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും അവൻ്റെ കുട്ടിക്കാലത്തിൽ ആദിമ പ്രാകൃത മനുഷ്യൻ മുതൽ ഇന്നത്തെ മനുഷ്യൻ വരെയുള്ള യാത്രയെ ഒന്നേന്ന് നടത്തുന്നു എന്നാണ്. വ്യത്യസ്തമായ പല പല സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു എന്നാണ്. ഒരൊറ്റ കാര്യത്തിലാണ് വ്യത്യാസം: ഇവരെടുക്കുന്ന സമയത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു കൊച്ചുകുട്ടിയെ നോക്കൂ. പ്രാകൃത മനുഷ്യൻ്റെ സ്വഭാവമല്ലേ അവന്? പൂമ്പാറ്റയെ കാലിഞ്ഞടിയിൽ വെച്ച് ഞെരിക്കുന്നവൻ. ഇവൻ പല സ്റ്റേജുകളിലൂടെ കടന്നുപോയി ഒടുവിൽ ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് തന്നെയാണ് മനുഷ്യകുലത്തിൻ്റെയും കഥ. ഒരൊറ്റ കാര്യത്തിലുള്ള വ്യത്യാസം: ഇവരെടുത്ത സമയത്തിൽ. ഒരു കൊച്ചുകുട്ടി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇത് ചെയ്തപ്പോൾ മനുഷ്യകുലം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് മാത്രം. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ഓരോ ജീവിയും കുറെ കൂടി മെച്ചപ്പെട്ട ജീവനായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. സത്യമെന്നാൽ നമ്മൾ ഓരോരുത്തരും വളരെ വലിയൊരു യാത്രയിലാണ്. നമ്മൾ ഈ യാത്രയെക്കുറിച്ച് ബോധവാനാണോ അല്ലയോ എന്ന കാര്യത്തിൽ പ്രസക്തിയില്ല. ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ യാത്രയിലാണ്. നമ്മൾ ഓരോരുത്തരും ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനമുള്ളൊരു യാത്രയാണിത്. ഒരു ലക്ഷ്യമുള്ള യാത്രയാണിത്. ആ ലക്ഷ്യത്തെ സ്വാമി വിവേകാനന്ദൻ പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നു. പെർഫെക്ഷൻ അഥവാ മികവിൻ്റെ അവസ്ഥ, പൂർണ്ണതയുടെ അവസ്ഥ. നമ്മളെല്ലാവരും ഒരിക്കൽ ഈ പൂർണ്ണതയുടെ അവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രപഞ്ചം നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ ചോദ്യം ഇതാണ്: എപ്പോൾ? ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തേക്കും. ഒരുപക്ഷെ കോടിക്കണക്കിന് ജന്മങ്ങളെടുത്തേക്കും. നമ്മളിൽ ചിലർക്ക് മാത്രം ഈ യാത്രയെക്കുറിച്ച് ബോധമുണ്ട്. നമ്മൾ പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണെന്നും അതിനൊരുപാട് വർഷങ്ങളും ഒരുപാട് ജന്മങ്ങളും വേണ്ടിവരുമെന്നും അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ യാത്രയുടെ വേഗത കൂട്ടാൻ ആഗ്രഹിക്കുന്നു. ഇതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു. വഴിയുണ്ട് എന്നതാണ് ഉത്തരം. ആ വഴിയാണ് യോഗ. യോഗയുടെ ഉദ്ദേശം തന്നെ ഇതാണ്: വർഷങ്ങളുടെ കാത്തിരിപ്പില്ലാതെ, ഒരുപാട് ജന്മങ്ങളുടെ കാത്തിരിപ്പില്ലാതെ ഒരാളെ എത്രയും പെട്ടെന്ന് പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് എത്തിക്കുക. കാരണം അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മുടെ അവസ്ഥ കടലിൽ കിടക്കുന്ന ഒരു തടിക്കഷ്ണത്തിൻ്റെ കാര്യം പോലെയാണ്. ഒരു തിരമാലയെ തട്ടി അടുത്ത തിരമാലയിലേക്ക് കടലിൽ അങ്ങനെ ഒഴുകി നടക്കുക. എന്ന് തീരത്തെത്തുമെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ കടലിൽ ഒഴുകി നടക്കുക. യോഗ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഓരോരുത്തരും പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ള ജോലി പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാതെ, പ്രകൃതിക്ക് വിട്ടുകൊടുക്കാതെ ആ ജോലി സ്വന്തം കൈകളിലേക്ക് എടുക്കുക. സ്വയം പൂർണ്ണതയെന്ന അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ഇത് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയം കൂടി പറയട്ടെ. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞില്ലേ, കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ പൂർണ്ണതയുള്ളൊരു മനുഷ്യൻ വരുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും പൂർണ്ണതയുള്ള അവസ്ഥയിലേക്ക് എത്തുമെന്ന്. ചിലപ്പോഴൊക്കെ ആ അവസ്ഥയെ സ്പർശിച്ചവർ നമുക്കിടയിൽ വരാറുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, അവരാണത്രേ അവതാരങ്ങൾ, അവരാണത്രേ പ്രവാചകന്മാർ. സ്വാമിജി പറയുന്നത് ഇന്ത്യൻ മനസ്സിനൊരു പ്രത്യേകതയുണ്ടെന്നാണ്. ഒരു കാര്യം അതിന് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ പൂർണ്ണമായി ആ വിഷയത്തിൽ മുഴുകിയിരിക്കുന്നു. മറ്റുള്ള എല്ലാ വിഷയങ്ങളും അവഗണിക്കുന്നു. സ്വാമി പറയുന്നു, മിക്ക ശാസ്ത്രങ്ങളും ജനിച്ചത് ഇന്ത്യയിലാണെന്നാണ്. ഇത് സത്യമാണ്. മാത്തമാറ്റിക്സ് ജനിച്ചത് ഇവിടെയാണ്. നമ്മളിത് എഴുതുന്നുണ്ടല്ലോ, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ. ഈ അക്കങ്ങൾ സംസ്കൃത അക്കങ്ങളാണ്. ഓൾജിബ്ര ജനിച്ചത് ഇന്ത്യയിലാണ്. ന്യൂട്ടൺ ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു.
ഇതാണ് ഇന്ത്യൻ മനസ്സിൻ്റെ പ്രത്യേകത. ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കഴിഞ്ഞാൽ അവരതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു. ഇതുപോലെ നമ്മുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ ഭാരതീയർക്ക് മനസ്സായിരുന്നു ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. മനസ്സും അതിൻ്റെ ശക്തികളും ഭാരതീയരെ വല്ലാതെ ആകർഷിച്ചു. ഇതുകൊണ്ട് തന്നെ അവർ ഈ വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നെത്തി. ഭാരതം മുഴുവൻ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് അഥവാ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. പലരും പലതരം ശക്തികൾ കണ്ടെത്തി. ഒരുപാട് സ്കൂളുകൾ തുറന്നു. അവിടെയെല്ലാം ഈ ശക്തികളെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ശ്രീലങ്കയിൽ നടന്നൊരു കഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണത്. അന്നത്തെ ശ്രീലങ്കയുടെ പേര് സിലോൺ എന്നാണ്. സിലോൺ ഗവർണറുടെ കൺമുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പെൺകുട്ടി വരുന്നു, ഒപ്പം ഒരാളും കൂടിയുണ്ട്. അയാൾ 3 വടികൾ കുത്തി നിർത്തുന്നു, ഏതാണ്ട് ഒരു സ്റ്റൂൾ പോലെ. ഈ സ്റ്റൂളിൻ്റെ മുകളിൽ ഈ പെൺകുട്ടി കയറിയിരിക്കുന്നു. പിന്നീട് മറ്റേയാൾ ഓരോ വടിയായി എടുത്തു മാറ്റുന്നു. ഒടുവിൽ 3 വടികളും എടുത്തു മാറ്റുന്നു. പക്ഷെ പെൺകുട്ടി താഴെ വീഴുന്നില്ല. അവൾ കാറ്റിൽ ഒഴുകി നിൽക്കുകയാണ്. ഷി വാസ് ഫ്ലോട്ടിംഗ് ഇൻ മിഡ് എയർ. ഗവർണറിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതെന്തോ സൂത്രമാണെന്നാണ് അയാൾ ധരിച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാള് വളരെ ശക്തമായി പെൺകുട്ടി ഇരിക്കുന്നതിന് താഴെ വീശി. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. പെൺകുട്ടി അപ്പോഴും കാറ്റിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സംഭവം ഭാരതത്തിൽ പറഞ്ഞാൽ ആരും ഇത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് പറയില്ല. അവരാകെ പറയുക ഇത് പഠിച്ചാൽ നമുക്ക് ചെയ്യാമെന്നാണ്. ഇത് സത്യമാണ്. നമ്മൾ പഠിച്ചാൽ നമുക്കും ഇത് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ശക്തികളെല്ലാം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുമാണ്. പക്ഷെ നമ്മൾ പഠിക്കാൻ എത്ര സമയം ചെലവഴിക്കും? നമ്മളതിന് തയ്യാറാണോ?